ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സത്യവിശ്വാസം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണീരിൻ്റെ കവാടം എന്നാണ് വിശുദ്ധ കുമ്പസാരത്തെ വിശുദ്ധർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് കണ്ണീരിൻ്റെ കവാടം തന്നെയാണ്. ഒരേ സമയം ദൈവത്തിലുള്ള ആശ്രയവും അതേസമയം ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിപൂർണമായ മോചനവും നടക്കുന്നത് ഈ ഒരു റിക്കൺസിലിയേഷൻ ചേംബറിലാണ്. കൺഫെഷൻ എന്ന് നമ്മൾ പറയുമെങ്കിലും, കുമ്പസാരം എന്ന് മലയാള ഭാഷയിൽ തർജ്ജമ പറയുമെങ്കിലും, ഇത് ശരിക്കും ഒരു കണ്ണീരിൻ്റെ കൂദാശയാണ്. ഈ കണ്ണീരിൻ്റെ കൂദാശയാണ് മറ്റെല്ലാ കൂദാശകളെയും ശക്തിപ്പെടുത്തുന്നത്. ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ തേടിയാണ്. മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കുവാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. പാപമോചനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യപുത്രന് യേശുക്രിസ്തുവിന് ഭൂമിയിലേക്ക് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, പീഡകൾ സഹിച്ചു, മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഇത് ഏറ്റവും പ്രഥമമായി വെളിപ്പെടുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ്. ആ കൂദാശ വഴിയാണ് മനുഷ്യമക്കൾ, യഥാർത്ഥ വിശ്വാസികൾ അതിൻ്റെ ഫലം സ്വീകരിക്കുന്നത്. സത്യവിശ്വാസത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് കുമ്പസാരം എന്ന കൂദാശയാണ്. എന്നോടൊപ്പം ഉള്ളത് ജോർജി. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ അത്യാവശ്യമുള്ള ഒരു കൂദാശയാണ് കുമ്പസാരം. തീർച്ചയായിട്ടും ഒരു വ്യക്തി കുമ്പസാരിച്ചാലാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു പലരും തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നത് ഈ മഹത്തായ ഒരു കൂദാശയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരിക്കും, പക്ഷേ പലപ്പോഴും കുമ്പസാരിക്കാൻ മറന്നു പോകുന്ന ജീവിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് കത്തോലിക്ക സഭ കുമ്പസാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ജോൺ, നമ്മൾ കുമ്പസാരത്തെക്കുറിച്ച് ആദ്യമേ തന്നെ ഒരൊറ്റ വാചകത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. കർത്താവ് ലോകത്തോട് കാണിച്ച വലിയൊരു കരുണയുടെ ഒരു പര്യായ പദം തന്നെയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഈശോയ്ക്ക് ഒത്തിരിയധികം നന്ദി പറയേണ്ട ഒരു കാര്യമാണ് കുമ്പസാരം എന്ന ഒരു കുദാശ. കുമ്പസാരം എന്ന കുദാശയുടെ മഹത്വം പലപ്പോഴും തിരിച്ചറിയാൻ ഇന്ന് പലരും പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. വലിയൊരു സാധ്യതയാണ് കർത്താവ് കുമ്പസാരം എന്ന കുദാശയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് പല മതവിഭാഗങ്ങളിലേക്ക് നോക്കിയാലും ആ മതവിഭാഗങ്ങൾക്ക് ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു ആനുകൂല്യം തന്നെയാണ് കുമ്പസാരം എന്ന കുദാശയിലൂടെ കർത്താവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നമ്മൾ പാപം ചെയ്ത് കർത്താവിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരികെ ഈശോയുടെ പക്കലേക്ക് ഓടിയെത്തുവാൻ, തിരികെ സഭയുമായി, ദൈവവുമായി, കർത്താവുമായി അനുരഞ്ജനപ്പെടുവാനുള്ള സാധ്യതയാണ് കുമ്പസാരം എന്ന കുദാശയിലൂടെ കർത്താവ് നമുക്കായി തുറന്നിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ ഈ കുമ്പസാരം എന്തുകൊണ്ട് നമ്മൾ കുമ്പസാരിക്കണം, അല്ലെങ്കിൽ കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ടോ, ഈ കുമ്പസാരത്തിലൂടെ എന്താണ് ലഭിക്കുന്നത്? എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഈ കുമ്പസാര കൂടുകളിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ആത്മാർത്ഥമായിട്ട് കുമ്പസാര കൂടിൽ പോയി വൈദികൻ നമുക്കറിയാം, അത് കർത്താവിൻ്റെ പ്രതിനിധിയാണ്, സഭയുടെ പ്രതിനിധിയാണ്. നമ്മൾ വൈദികനോട് നമ്മുടെ പാപങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ പാപമോചനം ലഭിച്ച ആ കുമ്പസാര കൂട്ടിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മൾ ആ കുമ്പസാരക്കൂട്ടിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല പുറത്തേക്ക് വരുന്നത്. ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് അനുതാപത്തോടെ, മനസ്താപത്തോടെ നമ്മൾ കുമ്പസാരിക്കുകയാണെങ്കിൽ, നമ്മൾ BC AD എന്നൊക്കെ പറയുന്നത് പോലെ കുമ്പസാരക്കൂട്ടിന് ഉള്ളിലേക്ക് കയറിയതിന് ശേഷവും അതിന് മുമ്പും പിൻപും എന്ന രീതിയിൽ നമുക്കതിനെ കൃത്യമായിട്ടും നിർവചിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ അവസ്ഥയെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ എന്ന് പറയാം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ കർത്താവിനോട് ഒത്തിരി നമ്മൾ നന്ദി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു കരുണ, കർത്താവിൻ്റെ കരുണയുടെ ഒരു ബഹുസ്ഫുരണം തന്നെയാണ് കുമ്പസാരം എന്ന കുദാശയിലൂടെ കർത്താവ് ഈ ലോകത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത്. പലപ്പോഴും മറ്റ് മതസ്ഥർ പലരുമൊക്കെ പങ്കുവയ്ക്കുന്നത് കേട്ടിട്ടുണ്ട്. പലരും അസൂയയോടെ തന്നെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. പലരും അങ്ങനെ പേഴ്സണലി പങ്കുവയ്ക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം നമുക്ക് പാപം ചെയ്താൽ അത് ദൈവത്തോട് അനുരഞ്ജനപ്പെടുവാനുള്ള അനന്തമായിട്ടുള്ള സാധ്യതകൾ നമ്മുടെ ദേവാലയങ്ങളിലെ കുമ്പസാരക്കൂട്ടിൽ കർത്താവ് ഒരുക്കി എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിൻ്റെ ഒരു വില, അതിൻ്റെ ഒരു മഹത്വം നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നതാണ് ജോൺ ഏറ്റവും വലിയ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള, സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്കൊന്ന് 2-3 ഉദാഹരണങ്ങളിലൂടെ അത് പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒത്തിരി ആഴങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസിഡൻ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 1-2 ഉദാഹരണങ്ങളിലൂടെ അത് പങ്കുവയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമേ നമുക്കറിയാം, നമ്മുടെ ലൈഫിൽ നമുക്ക് ശാരീരികമായിട്ട്
സൗഖ്യമായിട്ട് ഒരു ജലദോഷം വരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു പനി വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മുട്ടുവേദന വരുന്നു, ഒരു കാലുവേദന വരുന്നു, ഓക്കെ, നമ്മൾ എങ്ങനെയെങ്കിലും അത് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഓൾ ഓഫ് എ സെക്കൻഡ്, അടുത്ത സെക്കൻഡ് അത് എനിക്ക് ഒരു സൗഖ്യം കിട്ടണം. ഒരു ജലദോഷം വന്നാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥത, കാര്യം ഒരു ജലദോഷമാണ്, പക്ഷെ വലിയൊരു അസ്വസ്ഥതയാണ്. ഒരു പല്ലുവേദന വന്നാൽ നമുക്ക് വലിയൊരു അസ്വസ്ഥതയാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അസ്വസ്ഥതയാണ്. അത് എത്രയും വേഗം തന്നെ ഒന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഒന്ന് സൗഖ്യപ്പെടുവാൻ, അല്ലെങ്കിൽ ഒരു ശാന്തി ലഭിക്കുക, രോഗശാന്തി ലഭിക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? ഒന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് മേടിക്കുന്നു, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിലുള്ള ചില പൊടിക്കൈകൾ, ഇപ്പോൾ ജലദോഷമാണ് നമുക്ക് ആവി പിടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. എത്രയും വേഗം ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ആത്മാവിൻ്റെ രോഗാവസ്ഥ നമ്മൾ ഓരോ ദിവസവും ചിന്തയിലൂടെ, പ്രവൃത്തിയിലൂടെ, നോട്ടത്തിലൂടെ, വിചാരങ്ങളിലൂടെ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഒരുപക്ഷെ നമ്മുടെ ആത്മാവിന് ജലദോഷം പിടിക്കുന്നു, ആത്മാവിന് പനി പിടിക്കുന്നു, ആത്മാവിന് മുട്ടുവേദന പിടിക്കുന്നു, തലവേദന പിടിക്കുന്നു, പല്ലുവേദന പിടിക്കുന്നു. ഇതിങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ സൗഖ്യം ആത്മാവിന് സമ്മാനിക്കുവാൻ, അല്ലെങ്കിൽ ആത്മാവിനുണ്ടാകുന്ന രോഗാവസ്ഥ ഒന്ന് സൗഖ്യപ്പെടുത്തുവാൻ നമ്മൾ എത്രത്തോളം തീവ്രതയോടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും, നമ്മെ തന്നെ, ഞാനും ജോണും, നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം ഒന്ന് പരിശോധിക്കേണ്ടതൊരു അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും ഇത് പല ധ്യാന ഗുരുക്കന്മാരും പങ്കുവെക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ട് ഒരു പക്ഷേ ചില ആളുകൾ, അല്ലെങ്കിൽ ചില ആളുകൾ പല അഡിക്ഷൻസിലോ അങ്ങനെയുള്ള ഈ വളരെ എന്താ പറയുക, പലപ്പോഴും കൊലപാതകം അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകളോടൊക്കെ, അങ്ങനെയുള്ള പാപത്തിലൂടെയൊക്കെ പോകുന്ന ആൾക്കാർ, അവർ ഒരു പക്ഷേ വർഷങ്ങളായിട്ടാണ് കുമ്പസാരിക്കുന്നത്. പക്ഷേ കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മുൻപ് പറഞ്ഞ പോലെ ADBC എന്നുള്ളൊരു വലിയൊരു ഡിഫറൻസ്, പിന്നെ ഒരിക്കലും ആ പഴയ തിന്മയിലേക്കോ പാപത്തിലേക്കോ പോകാത്തൊരു അവസ്ഥ, അവരുടെ ആത്മാവിന് ഒരു സൗഖ്യം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ശാരീരികമായിട്ടും അതുപോലെ ഭൗതിക തലത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പലപ്പോഴും പല രോഗങ്ങൾ മാറിപ്പോകുന്നു, അതുപോലെ തന്നെ പല തടസ്സങ്ങൾ മാറിപ്പോകുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പല വിശുദ്ധരും അതുപോലെ സഭാപിതാക്കന്മാരും വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിശാചുകളെ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കൂതാശയാണ് ഈ കുമ്പസാര കൂട്ടിൽ എത്തിക്കാതിരിക്കാനാണ് ഒരു മനുഷ്യനെ പിശാച് പരമാവധി നോക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഏറ്റവും അവസാനത്തെ ഒരു കൂതാശയാണ് രോഗീലേപനം. സത്യം പറഞ്ഞാൽ ഈ രോഗീലേപനത്തിലും പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു ഭാഗം തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവസാനത്തെ ഒരു ആശീർവാദം നൽകുന്നുണ്ട്. അത് രോഗി മരിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ രോഗത്തിൽ നിന്ന് സുഖപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിലും, ഒരു പക്ഷെ മരിച്ചു പോയേക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിലും എന്താ പറയുക, അവിടെ ഒരു കുമ്പസാരം എന്നൊരു പാപങ്ങൾ ഏറ്റുപറയുക, കുമ്പസാരം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അവസാന നിമിഷത്തിൽ പോലും ആ ഒരു വലിയൊരു കൂതാശ കൈക്കൊള്ളാൻ കുമ്പസാരം എന്ന കൂതാശ നമ്മെ യോഗ്യരാക്കുന്നുണ്ട്. അപ്പോൾ ഇതോടൊപ്പം ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് കത്തോലിക്ക സഭയിൽ വൈദികരോട് കുമ്പസാര രഹസ്യം ഏറ്റു പറയേണ്ട കാര്യം എന്താണ്? സാധാരണ നമുക്ക് ദൈവത്തോട് നേരിട്ട് ഏറ്റു പറഞ്ഞാൽ പോരെ? നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ പാപിനിയായ ഒരു സ്ത്രീ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവളെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയോട് ചോദിക്കുകയാണ്, ഇവരെ കല്ലെറിയണമോ വേണ്ടയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. ബൈബിളിൽ യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, നമ്മളിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം കള്ളം പറയുന്നവനാകും. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്തിനാണ് വൈദികനോട് നമ്മൾ ഈ കുമ്പസാര രഹസ്യം ഏറ്റു പറയേണ്ട ആവശ്യം? അത് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് വൈദികരോട് കുമ്പസാരം നമ്മൾ പറയണം, അല്ലെങ്കിൽ പാപം ഏറ്റു പറയണം എന്നൊരു കാര്യം. നമുക്കറിയാം, അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കിൽ ഒരു ഉദാഹരണത്തിലൂടെ ഉത്തരം പറയാൻ ആഗ്രഹിക്കും. നമുക്കറിയാം, ഞാനും ജോണിനോട് ഞാനൊരു തെറ്റ് ചെയ്തു. അപ്പം ജോണിനെ ഞാൻ മനഃപൂർവ്വം ജോണിനെ അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ അവഹേളിച്ചു, അല്ലെങ്കിൽ ഭയങ്കര പരുഷമായിട്ട് പെരുമാറി. പക്ഷെ ജോൺ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു മനസ്താപം വന്നു, പക്ഷെ എനിക്കത് ചെയ്യണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ മനസ്സിൽ പറയുക, ജോൺ സോറി എന്ന് ഞാൻ മനസ്സിൽ പറയുന്നു. അതല്ല, ഞാൻ ജോണിൻ്റെ അടുത്ത് നേരിട്ട് നിന്ന് ഞാൻ ജോണിൻ്റെ അടുത്തെന്ന് പറയുക, ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അത് ക്ഷമിക്കണം എന്നൊരു കാര്യം അവിടെ വരുന്നു. അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊരു ഉദാഹരണം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ, ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് മാത്രമല്ല അകലുന്നത്, നമ്മുടെ സഭാ ശരീരത്തിന് കൂടിയാണ് നമ്മൾ മുറിവേൽപ്പിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഒരു വൈദികൻ കുമ്പസാരക്കൂടിൽ നിൽക്കുമ്പോൾ അത് 3 തരത്തിലുള്ള റോളാണ് വൈദികൻ അവിടെ വഹിക്കുന്നത്. ഒന്ന്, അത് വൈദികൻ കർത്താവിൻ്റെ പ്രതിനിധിയാണ്.
പ്രതിനിധിയാണ്, 2 സഭയുടെ പ്രതിനിധിയാണ്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഒരു ആത്മീയ ഒരു വൈദ്യൻ കൂടിയാണ് വൈദികൻ എന്ന് പറയുന്നത്. ഇവിടെ യേശു അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാർക്കാണ്. അത് അപ്പസ്തോലന്മാർക്കാണ്. പറഞ്ഞിരിക്കുന്നത് അത് ജോൺ പറഞ്ഞ കറക്റ്റാണ്. അതായത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിലാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്തൊരു തിരുവചനം നമുക്ക് 1-2 വചനങ്ങളിലൂടെ പോകാൻ നിൽക്കുന്നു, അതിലൂടെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് തരും എന്നൊരു കാര്യം കർത്താവ് പറയുന്നത്. അതായത് കെട്ടഴിക്കാനുള്ള അധികാരം ക്രിസ്തു പത്രോസിന് നൽകുന്നു എന്നൊരു കാര്യം നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 18:18, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഈ ഒരു അധികാരം സഭയുടെ ഈ കുമ്പസാരവുമായി ബന്ധപ്പെട്ട ഒരു അപ്പസ്തോലിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ഇനി യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം ഇതുമായി ബന്ധപ്പെട്ടതല്ല, എങ്കിലും പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു പോയിന്റാണ് അതിൽ പറയുന്നത്. നിങ്ങളുടെ പാപങ്ങൾ പരസ്പരം ഏറ്റുപറയുവിൻ. പാപങ്ങൾ മറച്ചു വെക്കാതെ ഏറ്റുപറയുകയും പ്രാർത്ഥനയിലൂടെ സൗഖ്യം തേടുകയും ചെയ്യുന്ന നമുക്ക് ആദിമ സഭയുടെ ഒരു മനോഭാവം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ 2 കൊറിന്തോസ് 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൻ്റെ ഒരു ആപ്തവാക്യം ഇതാണ്. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ, അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ദൗത്യത്തെ അനുരഞ്ജനത്തിന്റെ ഒരു ശുശ്രൂഷ എന്നൊരു കാര്യം കൂടി കർത്താവ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇനി CCC 1422 1424 കൃത്യമായും പറയുന്നുണ്ട്. അനുരഞ്ജനം എന്ന പേര് വളരെ പ്രധാനമാണ്, കാരണം കുമ്പസാരത്തിലൂടെ നാം ദൈവവും സഭയുമായും സ്വന്തം മനസാക്ഷിയുമായും വീണ്ടും ഐക്യപ്പെടുന്നു. അപ്പോൾ ആകെ തുകയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഒന്ന്, കർത്താവ് ഈ പാപം മോചിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് അപ്പസ്തോലന്മാർക്കാണ്. അത് അപ്പസ്തോലന്മാരുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഇന്ന് അത് മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവർക്കാണ് ഭൂമിയിൽ ഈ പാപങ്ങൾ കർത്താവിൻ്റെ കൃപാവരത്തിലൂടെ പാപങ്ങൾ മോചിക്കുവാനുള്ള ഒരു അധികാരം ലഭിച്ചിരിക്കുന്നത്. അതിനാലാണ് നമ്മളൊരു വൈദികനോട് പാപം ഏറ്റു പറയുന്നത് എന്നൊരു ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ജോൺ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്കറിയാം, കുമ്പസാരത്തിലൂടെ നമ്മൾ നേരിട്ട് തന്നെ വൈദികനിൽ നിന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു വാക്ക്, അല്ലെങ്കിൽ ആ ഒരു വചനം, അല്ലെങ്കിൽ വൈദികന്റെ നാവിൽ നിന്ന് ഉയരുന്ന ആ ഒരു വചനം, അത് കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ വികാരപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ കർത്താവ് ഈ അനുരഞ്ജനം എന്ന കുദാശയിലൂടെ സാധ്യമാക്കുന്ന ആ കൗദാശികപരമായിട്ടുള്ള ആ ഒരു വാക്കുകളുടെ ഒരു ഉറപ്പ് കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ തന്നെ ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുമ്പസാരിക്കേണ്ടത് അത് വൈദികന്റെ അടുത്താണ്. അത് വൈദികനല്ല പാപമോചനം നൽകുന്നത്, ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് ക്രിസ്തു തന്നെയാണ് വൈദികനിലൂടെ നമുക്ക് പാപമോചനം തരുന്നത് എന്നൊരു യാഥാർത്ഥ്യം. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ നമ്മളെ അറിയുന്ന വളരെയധികം പരിചയമുള്ളൊരു വൈദികനായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ തിരുസഭയുടെ കൽപ്പനകളും അതിൻ്റെ ഭാഗങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായിട്ട് തന്നെയാണ് വൈദികൻ അവിടെ ഇരിക്കുന്നത്, സഭയുടെ പ്രതിപുരുഷനായിട്ട് വൈദികൻ ഇരിക്കുന്നത്. പാപമോചിക്കാൻ അധികാരമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പക്ഷേ ആ ഒരു നമുക്കറിയാവുന്ന ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അറിയുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ വ്യക്തിയോട് പാവങ്ങളൊക്കെ തുറന്ന് പറയുക ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പലരും നടത്തുന്ന ഒരു ചിന്ത, പ്രത്യേകിച്ച് ഈ വലിയ വലിയ പാപങ്ങളൊക്കെ മറച്ചു വെച്ച് അത് പിന്നെ കുമ്പസാരിക്കാൻ എന്നുള്ള രീതിയിൽ കുമ്പസാരിച്ച് പോകുന്നുണ്ട്. അതൊക്കെ അത്രത്തോളം ശരിയായിരിക്കും. ഓക്കെ, അതിനകത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഒരു ക്രൈസിസ് ആണ്. ഇപ്പോൾ അറിയുന്ന ഒരു വൈദികൻ്റെ അടുത്ത് നമുക്ക് എങ്ങനെ പാപങ്ങളെല്ലാം എങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ, അത് സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചിന്തയാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ നമ്മളൊരു പാപം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മോശമായിട്ടുള്ളൊരു പാപം ഒരു വൈദികൻ്റെ അടുത്ത് പറയുമ്പോൾ, അറിയുന്ന ഒരു വൈദികൻ്റെ അടുത്ത് പറയുമ്പോൾ, ആൾക്ക് എന്നെക്കുറിച്ചുള്ള ഇംപ്രഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ആൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരു ചിന്തയാണ് നമ്മൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. നമ്മൾ മറ്റൊരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഞാൻ ഈ പാപം ചെയ്തിട്ട് കർത്താവ് എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ആ ഒരു ചിന്ത കാരണം നമുക്ക് ആ പാപം വീണ്ടും ചെയ്യാൻ നമുക്ക് എത്രത്തോളം, ആ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് എത്രത്തോളം ഒരു ബോധ്യം നമുക്ക് കിട്ടുന്നുണ്ടെന്നൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കുക. ഒരു മനുഷ്യനായിട്ടുള്ള വൈദികൻ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. പക്ഷെ ഒരു മനുഷ്യനെ നമ്മൾ ഭയക്കുന്നു, അല്ലെങ്കിൽ വൈദികൻ എന്ത് വിചാരിക്കും എന്നൊരു കാര്യം കൊണ്ട് നമ്മൾ വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോവാൻ, ആ അറിയുന്ന വൈദികൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പോകാൻ നമ്മൾ മടി കാണിക്കുന്നു. സമാനമായിട്ടുള്ളൊരു മടി ഈ പാപം ചെയ്യുമ്പോൾ ക്രിസ്തു എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, എൻ്റെ ഈശോ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന ചിന്ത കാരണം ആ പാപത്തിൽ നമുക്ക് എത്രത്തോളം പിന്തിരിയാൻ സാധിക്കുന്നു എന്നൊരു ചിന്ത നമുക്ക് എത്രത്തോളം വരുന്നുണ്ടെന്നൊരു കാര്യം കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും ആ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികൻ, അതെൻ്റെ വികാരിയച്ഛനായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, എന്നെ ഏറ്റവും കൂടുതൽ അറിയുന്ന അച്ഛനായിരിക്കാം. പക്ഷേ കുമ്പസാരക്കൂട്ടിലേക്ക് കയറുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ആ ഒരു വൈദികൻ നമ്മൾ വൈദികനായിട്ടായിരിക്കരുത് നമ്മൾ കാണേണ്ടത്. അവിടെ ഇരിക്കുന്നത് എൻ്റെ ഈശോയാണ്, എൻ്റെ ക്രിസ്തുവാണ്. ഞാൻ പാപം പറയുന്നത് ക്രിസ്തുവിനോടാണ്, എൻ്റെ ഈശോയോടാണ് എന്നൊരു ചിന്ത കൂടുതൽ ആഴത്തിൽ നമ്മുടെ
മനസ്സിൽ നമ്മൾ രൂഢമൂലമാക്കണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ കുറേ കൂടി നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് കുമ്പസാരിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം പലപ്പോഴും അറിയുന്ന വൈദികരാണ് കുമ്പസാരക്കൂട്ടിലിരിക്കുന്നതെങ്കിൽ പല ഒരു ടെൻഡൻസിയാണ് ചില പാപങ്ങൾ നമ്മളിങ്ങനെ മറച്ചു വെക്കുമെന്ന് ഒരു ടെൻഡൻസിയാണ്. നമുക്കറിയാം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നമ്മളൊരു ചികിത്സ തേടി പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കും തലവേദനയുണ്ടോ അല്ലെങ്കിൽ വയറുവേദനയുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ച് കൃത്യമായിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള ചികിത്സാ രീതി ഡോക്ടറിന് വിധിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ കൃത്യമായിട്ടുള്ള രോഗശാന്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. സമാനമായിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു ആശുപത്രിയാണ്. ആ ആത്മാവിൻ്റെ ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ രോഗലക്ഷണങ്ങളും നമ്മൾ അവിടെ വൈദികൻ്റെ അടുത്ത് പറയണം. ആത്മീയ വൈദ്യനായിട്ടുള്ള വൈദികൻ്റെ അടുത്ത് നമ്മൾ കൃത്യമായി പറയണം. ചില രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില രോഗങ്ങൾ നമ്മൾ മറച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ ആത്മീയ ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ട്. ഇവിടെ ഈ പാപം മറച്ചു വെക്കുക എന്നത് ബൈബിളിൽ പറയുന്നില്ലേ, പാപം മറച്ചു വെക്കരുത് എന്നൊക്കെ ഒരു ബൈബിൾ വചനം പറയുന്നുണ്ട്. അപ്പോൾ പാപം മറച്ചു വെച്ച് ചില പാപങ്ങൾ മാത്രം പറയിച്ച് നമ്മൾ കുമ്പസാര ആശീർവാദം സ്വീകരിച്ചു പോകുന്ന ശരിക്കും ഒരു കള്ളക്കുമ്പസാരല്ലേ, അത് അതിനേക്കാൾ വലിയൊരു മാരകമായൊരു പാപം. അതെ, അത് പാപങ്ങൾ മറച്ചു വെച്ച് കുമ്പസാരിക്കുക എന്ന് പറയുന്നത് വലിയൊരു മാരകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം കത്തോലിക്ക സഭയുടെ പഠനം അനുസരിച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഒരു മനസ്താപത്തോടെ ഒരു കുമ്പസാരം നടത്തിയില്ലെങ്കിൽ അതിനാൽ തന്നെ ആ കുമ്പസാരം അസാധുവാണ് എന്ന ഒരു രീതിയിലുള്ളൊരു പഠനം അല്ലെങ്കിൽ ഒരു ടീച്ചിങ് സഭയിലുണ്ട്. അതിനാൽ തന്നെ കുമ്പസാരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ളൊരു മനസ്താപം തന്നെ ആയിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു 4 പോയിന്റ് കൂടി ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം എന്താണ് കുമ്പസാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യകതകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ട് ഞാൻ കുമ്പസാരിക്കണം എന്ന ഒരു ആവശ്യകത, അതൊരു 4 പോയിന്റിൽ ഒന്ന് സംഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു മനസ്സമാധാനം, ഒരു മനസ്സിന് വലിയൊരു ശാന്തിയും സ്വസ്ഥതയും നമുക്ക് കിട്ടും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉദാഹരണം, ഒരു BC അല്ലെങ്കിൽ AD എന്ന് പറയുന്ന ഒരു ഉദാഹരണം, അതും ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ അനാവശ്യമായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ, നമുക്ക് വേണ്ട ഡ്രസ്സ് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ ബാഗിൽ നമ്മൾ സൂക്ഷിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ യാത്ര പോകുമ്പോൾ വഴിയിൽ കണ്ട കല്ലും മണ്ണും എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്ത് നമ്മുടെ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്രയുടെ സുഗമമായിട്ടുള്ള ഒരു ഗമനത്തെ അത് ഗുരുതരമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന പല കല്ലും മുള്ളും, പാപമാകുന്ന കല്ലും മുള്ളും അത്തരത്തിലുള്ള ചെളിയും എല്ലാം നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടൊന്ന് അൺലോഡ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന കുമ്പസാരക്കൂട് എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണം സുഗമമായിരിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മുടെ കയ്യിലൊരു ചെറിയൊരു മുറിവുണ്ടാകുന്നു. അപ്പോൾ ആ മുറിവ് കുഴപ്പമില്ല എന്ന രീതിയിൽ നമ്മൾ ചുമ്മാ ചെറിയൊരു തുണി കെട്ടി ഇങ്ങനെ വെക്കുന്നു, പൊടി അടിക്കുന്നു, ഇതെല്ലാം അടിക്കുന്നു, ചെളി പറ്റുന്നു, എല്ലാം പറ്റുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് സെപ്റ്റിക് ആകുന്നു. സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ആത്മാവിന് സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു നുണ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ലഘു പാപം ചെയ്യുന്നു, അത് പറയുന്നില്ല, അത് ഞാനിങ്ങനെ മൂടി വയ്ക്കുന്നു, അത് അവിടെ കിടന്ന് ഇങ്ങനെ ഗുരുതരമായി പഴുത്ത് അവസാനം അത് സെപ്റ്റിക് ആകുന്നു. നമ്മൾ പറയാറില്ലേ, സൂചി കൊണ്ട് എടുക്കുന്നത് പിന്നീട് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് മറ്റൊരു കാര്യം. ഇനി അടുത്തൊരു ഉദാഹരണം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ മുഖം നമ്മുടെ കണ്ണാടിയിൽ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഒരു കണ്ണാടിയിൽ പൊടിപടലം പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ പാപമാകുന്ന പൊടിപടലങ്ങൾ നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചു കഴിയുമ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതം അല്ലെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് കൃത്യമായിട്ട് നമുക്ക് വിവേചിച്ചറിയാൻ സാധിക്കില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുമ്പസാരത്തിലൂടെ സാധ്യമാകുമ്പോൾ വലിയൊരു മനസമാധാനം, വലിയൊരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളെല്ലാവരും ഈ GPS ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. നമ്മൾ വഴി തെറ്റി കഴിയുമ്പോൾ GPS ഒരിക്കലും നമ്മളെ ചീത്ത വിളിക്കാറില്ല, അത് നമ്മളെ റീറൂട്ട് ചെയ്യും. അപ്പം അത്തരത്തിലൊരു റീറൂട്ടിംഗ് പ്രോസസ്സാണ് കുമ്പസാരത്തിലൂടെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പോകുന്ന വഴി തെറ്റിക്കഴിയുമ്പോൾ അത് കൃത്യമായിട്ടും റീറൂട്ട് ചെയ്യുന്നു, കർത്താവിൻ്റെ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു GPS ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുമ്പസാരം എന്ന കുദാശ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമെന്ന്. ഇപ്പം ഇവിടെ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ വിശുദ്ധ ബൈബിളിൽ ഈശോ പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഈ ആത്മാവിന് വേണ്ട പോഷണമാണ് ഈശോ തന്നെ ശരീരമായി വന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നൽകുന്നത്. അതിനെ നമ്മളെ യോഗ്യരാക്കുന്നതാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? മാത്രമല്ല വിശുദ്ധ കുർബാനയിൽ നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ, പൊതുവായിട്ട് തന്നെ പാപോചന യാചിക്കുന്നു, ദൈവം എങ്ങനെ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും അഭേദ്യമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? മാത്രമല്ല മറ്റു പല കൂദാശകൾക്ക് മുൻപ് വിശുദ്ധ കുമ്പസാരം അത്രത്തോളം പ്രാധാന്യമേറിയ കൂദാശയാണ്. ഒരു ഉദാഹരണം പറയുകയാണ്, വിശുദ്ധ കുർബാന സ്വീകരണം എന്ന ചടങ്ങ് നമ്മുടെ നാട്ടിലുണ്ട്, ഹോളി കമ്മ്യൂണിയൻ, അതുപോലെ തന്നെ കൺഫർമേഷൻ, സ്ഥൈര്യലേപനം, അതുപോലെ തന്നെ മറ്റു ചടങ്ങുകളാണ് വിവാഹം.
ഈ പറഞ്ഞ എല്ലാ കൂദാശകൾക്കും മുമ്പ് വിശുദ്ധ കുമ്പസാരം എന്നുള്ളത് അത്യാവശ്യ അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരവും മറ്റ് കൂദാശകളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അതിനെപ്പറ്റി? നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവിലേക്ക് വരുന്നു പരിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ നമുക്കറിയാം, നല്ലൊരു ഭക്ഷണം നമ്മൾ വിളമ്പുന്ന ഒരു പാത്രം എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ളൊരു പാത്രമായിരിക്കും. അതായത് നമ്മൾ ഒരു പാൽപ്പായസം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി, ചിക്കൻ ബിരിയാണി, നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബക്കറ്റിലോ അല്ലെങ്കിൽ കപ്പിലോ ഒന്നും നമ്മൾ വിളമ്പാറില്ല. നല്ല മനോഹരമായിട്ടുള്ള പാത്രത്തിലായിരിക്കും വിളമ്പുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന ഇറങ്ങി വരുന്ന പാത്രങ്ങളാണ് നമ്മുടെ ആത്മാവും ഹൃദയവും ഒക്കെ. അപ്പോൾ ആ ആത്മാവും ഹൃദയവും ഒക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ കുമ്പസാരത്തിലൂടെയാണ്. അതാണ് ഞാൻ പറയുന്നത്, വിശുദ്ധ കുർബാന അനുഭവ യോഗ്യമാകുന്നത് വിശുദ്ധ കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന കൃപകളിലൂടെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ, നമ്മുടെ ഉള്ളങ്ങളാകുന്ന, നമ്മുടെ ഹൃദയങ്ങളാകുന്ന, നമ്മുടെ ആത്മാവാകുന്ന പാത്രങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ്, കുദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു സദ്യ, അത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ സദ്യ തുടങ്ങുന്നത് നമ്മൾ പാത്രങ്ങൾ കഴുകി വെടുപ്പാക്കും. സദ്യ കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകാറുണ്ട്. പക്ഷേ സദ്യക്ക് വിളമ്പുന്ന പാത്രങ്ങൾ അതിന് മുമ്പാണ് നമ്മൾ വെടുപ്പാക്കാറ്. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ കഴുകി വെടുപ്പാക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കുമ്പസാരം എന്ന കുദാശയിലൂടെ നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു പരിശുദ്ധ വചനത്തിൽ കൃത്യമായിട്ടും പല മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. നമ്മൾ ഒരുക്കമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാലുള്ള അപകടങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹ തന്നെ തൻ്റെ ലേഖനങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ സ്വന്തം ശിക്ഷാവിധി തന്നെയാണ് ക്ഷണിച്ച് വരുത്തുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. യൂദാസിൻ്റെ അനുഭവം തന്നെ നമുക്കറിയാം. കർത്താവ് ആദ്യത്തെ പരിശുദ്ധ കുർബാന കൊടുത്തത് നമുക്കറിയാം അന്ത്യത്താഴ് വേളയിലാണ്. ആ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. പിന്നെ യൂദാസിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അനുതാപം ഉണ്ടായിരുന്നില്ല, ഉള്ളിൽ പാപാവസ്ഥയുണ്ടായിരുന്നു. യൂദാസിൻ്റെ ലൈഫ് വളരെ ഒരു ട്രാജഡിയിലൂടെ കടന്നുപോയി ഒരു ദുരന്തത്തിൽ തന്നെ ചെന്ന് അവസാനിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുക്കത്തോടെ നമ്മൾ പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധ കുർബാനയുടെ സത്യവിശ്വാസ എപ്പിസോഡിൽ നമ്മൾ ആ ഒരു കാര്യം പങ്കുവച്ചതാണ്, നമ്മൾ ആ ഒരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപ കൂടി പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ട് പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, രണ്ട് ചിന്തകൾ അല്ലെങ്കിൽ രണ്ട് അബദ്ധ ധാരണകൾ പലരും പങ്കുവെക്കാറുണ്ട്. അതായത്, ഈ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസാണ് പരിശുദ്ധ കുമ്പസാരം എന്നൊരു കാര്യം പലരും പങ്കുവെക്കാറുണ്ട്. പാപം ചെയ്യാനുള്ള ലൈസൻസ്, അതായത് ഞാൻ പാപം ചെയ്യുന്നു, അപ്പോൾ ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് കൂടെ വീണ്ടും പാപം ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു 3 ഉദാഹരണം കൂടി അതിൽ നിന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ബൈക്ക് ഓടിക്കുന്നവരാണ് അല്ലേ? നമ്മൾ ബൈക്ക് ഓടിക്കുന്നത് നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്, എന്നാൽ പിന്നെ കുഴപ്പമൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ നല്ല സ്പീഡിൽ ഓടിക്കുന്നത്, എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി ഇടിച്ച് കയറ്റുന്നത്, എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇടിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി എവിടെയെങ്കിലും നല്ല സ്പീഡിൽ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ഉദാഹരണം നമ്പർ 1. രണ്ടാമത്തെ ഉദാഹരണം, നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് നല്ലൊരു ആശുപത്രി ഉണ്ട്, നല്ല ഡോക്ടറുണ്ട്, നല്ല ഹോസ്പിറ്റൽ സേവനം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഓക്കെ, നല്ല ആശുപത്രി ഉണ്ട്, നല്ല ഡോക്ടറുണ്ട്, നല്ല സേവനമുണ്ട്, അപ്പോൾ പിന്നെ കുറച്ച് വിഷം കുടിച്ചാലും കുഴപ്പമില്ല, അവർ ചികിത്സിച്ചോളും എന്നൊരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് തന്നെയാണ് കുമ്പസാരമുണ്ട്, പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതിയുടെ ഒരു പൊള്ളത്തരം എന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത്, കുമ്പസാരം എന്ന കുദാശ അത് വാലിഡ് ആകണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു മനസ്താപം അതിൽ ഉണ്ടാകണം എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ദൈവത്തെ പറ്റിക്കാൻ കഴിയുകയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കുമ്പസാരിക്കുന്നത് എന്തുദ്ദേശത്താലാണ് എന്നത് ദൈവത്തിന് കൃത്യമായിട്ടും അറിയാം. അപ്പോൾ ആ ഒരു ഉദ്ദേശശുദ്ധി ശരിയല്ലെങ്കിൽ ആ കുമ്പസാരം വാലിഡ് ആയിരിക്കുകയില്ല എന്നൊരു കാര്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കുക. കുമ്പസാരം എന്നത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല, അത് ചെയ്യാതിരിക്കുവാനുള്ള ഒരു കൃപ കിട്ടുന്ന ഒരു കുദാശയാണെന്നൊരു കാര്യം പലപ്പോഴും ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ് കുമ്പസാര രഹസ്യം. വൈദികൻ അത് സ്വന്തം തന്നെ വൈദികൻ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, ഈ പല പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രിയിൽ, പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പല നിയമ ഭേദഗതികളും കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിജയകരമായിട്ടുള്ള, പ്രത്യേകിച്ച് വാഷിങ്ടൺ DC മുതലായ ഫിലാഡൽഫിയ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ അത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർ വന്ന് കുമ്പസാരിച്ചാൽ ആ കുമ്പസാര രഹസ്യം അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണമെന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് അത് ആ ബില്ലൊക്കെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അങ്ങനെ പല സ്ഥലത്തും അങ്ങനെയുള്ള ബില്ലിനെതിരെ അങ്ങനെയുള്ളൊരു നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബില്ലൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താതിരിക്കുക, അതായത് ഒരു സീക്രട്ടായിട്ട് തന്നെ മരണത്തോളം തന്നെ ഒരു രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് അത് എത്രത്തോളം ആവശ്യകരമാണ്, അത് എത്രത്തോളം വൈദികർ ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും അത് ജോൺ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഒരു ഉത്തരമുണ്ട്. അതായത് മരണത്തോളം തന്നെ വിലയുള്ളതാണ് സീൽ ഓഫ് കൺഫെഷൻ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ആ കുമ്പസാര രഹസ്യത്തിൻ്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഒരു വൈദികൻ സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും കുമ്പസാര രഹസ്യം ഒരു കാരണവശാലും വെളിപ്പെടുത്തരുത് എന്നത് കത്തോലിക്ക സഭയിലെ ഒരു നിയമം തന്നെയാണ്. അതിനാൽ തന്നെ നമുക്കൊരു 100 അല്ല 101% ഉറപ്പോടുകൂടി തന്നെ നമ്മുടെ പാപങ്ങൾ വൈദികരുടെ അടുത്ത് നമുക്ക് ഏറ്റു പറയാം. അവർക്ക് എത്ര ഓർമ്മശക്തിയുള്ള വൈദികനാണെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഒരു മറവിയുണ്ട്, അത് നമ്മൾ ഏറ്റുപറയുന്ന പാപത്തെക്കുറിച്ചാണ്. ആ കുമ്പസാരക്കൂട് വിട്ടിറങ്ങി അവർ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു കാരണവശാലും അവർ ആ പാപത്തെക്കുറിച്ച് ഓർക്കില്ല. അത് കർത്താവിനോടാണ് നമ്മൾ പറഞ്ഞത്. സീൽ ഓഫ് കൺഫെഷൻ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ നിർബന്ധിക്കപ്പെട്ട വിശുദ്ധർ, അത് വെളിപ്പെടുത്താതിരുന്നതിൻ്റെ പേരിൽ മരണം വരിക്കേണ്ടി വരുന്ന നിരവധി വിശുദ്ധരുടെ ഒരു ഈടുറ്റ ചരിത്രമുള്ള സഭയാണ് കത്തോലിക്ക സഭ. അതിൻ്റെ ഒരു പാരമ്പര്യമാണ് നമ്മുടെ വൈദികരും മെത്രാന്മാരും ഒക്കെ പിന്തുടരുന്നത്. അതിനാൽ തന്നെ നമ്മൾ കുമ്പസാര രഹസ്യം എന്ന് പറയുന്നത് അത്രത്തോളം ലോകത്തിലെ ഏറ്റവും വലിയൊരു സീക്രസിയാണ് എന്ന് പറയുന്നത്, സീൽ ഓഫ് കൺഫെഷൻ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ യാതൊരു ഭയവും മടിയും കൂടാതെ നമുക്ക് വൈദികരുടെ അടുത്ത്, ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വൈദികരുടെ അടുത്ത് നമുക്ക് തീർച്ചയായിട്ടും കുമ്പസാരിക്കാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ കുമ്പസാരിക്കണം, നമ്മൾ പാപം ചെയ്ത കർത്താവിൽ നിന്ന് അകന്നു എന്ന് നമുക്ക് തോന്നുന്ന ഏത് സമയത്തായിക്കോട്ടെ, അത് ഇന്ന് നമ്മൾ കുമ്പസാരിച്ചു നാളെ നമുക്ക് കുമ്പസാരിക്കണമെന്ന് തോന്നി നമുക്ക് നാളെയും കുമ്പസാരിക്കാം, എപ്പോൾ വേണമെങ്കിലും കുമ്പസാരിക്കാം. അതിനൊരു ലിമിറ്റ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപൂർണ കുമ്പസാരം, അല്ലെങ്കിൽ അപൂർണ മനസ്താപവും പൂർണ്ണ മനസ്താപവും. അതിനെക്കുറിച്ചും കൂടി ഒരു 2 വാക്ക് പറയാം. നമ്മൾ ഇതിനകത്ത് നമ്മൾ മനസ്താപം അല്ലെങ്കിൽ കുമ്പസാരം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നരകത്തെ പേടിച്ചിട്ടായിരിക്കരുത് നമ്മൾ കുമ്പസാരം എന്ന കുദാശയെ നമ്മൾ സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ ശിക്ഷാവിധിയെ പേടിച്ചിട്ടായിരിക്കരുത് നമ്മൾ കുമ്പസാരം എന്ന കുദാശയെ സമീപിക്കേണ്ടത്. നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം. നമ്മുടെ മനസ്താപം എപ്പോഴും ഈശോയെ തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചു എന്ന ആ ഒരു വേദനയിൽ നിന്നായിരിക്കണം നമ്മുടെ മനസ്താപവും നമ്മുടെ അനുതാപവും ഉയരേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഒരു കുമ്പസാരം ഒരു പൂർണ്ണ തോതിൽ അത് ഫലവത്താവുകയുള്ളൂ എന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ട, പലപ്പോഴും പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ കുമ്പസാരം എന്ന കുദാശയെ സമീപിക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ, നമുക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ, നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ, അവരോട് നമ്മൾ എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെയായിരിക്കും കർത്താവും നമ്മളോട് ക്ഷമ കാണിക്കുന്നത് എന്നാണ് നമ്മൾ കർത്തൃ പ്രാർത്ഥനയിലൂടെ കൃത്യമായിട്ടും പറയുന്നത്. അപ്പോൾ കുമ്പസാരം എന്ന കുദാശ ഒരു പെർഫെക്റ്റ് ആകണമെങ്കിൽ ഒരു ക്ഷമിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി തന്നെ നമ്മൾ കുമ്പസാരക്കൂടിനെ അവലംബിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കുമ്പസാരം എന്ന ഒരു കുദാശ ഒരു പെർഫെക്റ്റായി മാറുകയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പലരും ചിന്തിക്കുന്ന കാര്യമാണ്, ഞാൻ വീണ്ടും വീണ്ടും പാപം ചെയ്തു പോകുന്നു, പിന്നെ എന്തിനാണ് ഞാനത് കുമ്പസാരിക്കുന്നത് എന്നൊരു ചിന്ത പലരും പങ്കുവെക്കാറുണ്ട്. സ്വാഭാവികമാണ്, നമ്മൾ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്നു, പാപത്തോട് അട്രാക്റ്റഡ് ആകുന്ന ഒരു പ്രകൃതിയാണ് മനുഷ്യനുള്ളത് എന്നൊരു ഇൻക്ലിനേഷൻ ടുവേർഡ്സ് സിൻ സ്വാഭാവികമായിട്ടും ഉണ്ട്. നമുക്കറിയാം, നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ, മാനുഷികമായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ വീണ്ടും വീണ്ടും ദേഹത്ത് ചെളി പറ്റുന്നുണ്ട്, അപ്പോൾ വീണ്ടും വീണ്ടും എല്ലാ ദിവസവും കുളിക്കേണ്ട ആവശ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. കൂടെ എനിക്ക് ഒരു മാസത്തിലൊരിക്കൽ ജലദോഷം വരുന്നു, പിന്നെ എന്തിനാണ് ജലദോഷത്തിന് ഞാൻ മരുന്ന് കഴിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. അതുതന്നെയാണ്, നമ്മൾ പാപം ചെയ്യും, ഓക്കെ, അത് സ്വാഭാവികമായിട്ടും നമ്മൾ പാപത്തിലേക്കൊരു ഇൻക്ലിനേഷൻ നമുക്കുണ്ട്. പക്ഷേ ആ പാപത്തിൽ തന്നെ തുടരുന്നോ വേണ്ടയോ, അല്ലെങ്കിൽ പാപച്ചേറ്റിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരണമോ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഡിസിഷനാണ്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ഒരു ആത്മീയത ഇരിക്കുന്നത്. പാപച്ചേറ്റിൽ തന്നെ തുടരുന്നു, അല്ലെങ്കിൽ പാപം തന്നെ ചെയ്യാൻ ഞാൻ മനഃപൂർവ്വം തീരുമാനമെടുക്കുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്നു, അത് പിന്നെ നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല. അത് മാരകഭാവത്തിൻ്റെ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മൾ പാപത്തിൽ വീണു പോകുന്നു, തെറ്റുപറ്റിപ്പോയി ഈശോയെ, നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ഉപമയാണ് കുമ്പസാരം എന്ന കുദാശയെ ഡിഫൈൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ക്ലാസിക് ഉപമ എന്ന് പറയുന്നത്. ആ ധൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ചിട്ട് വന്ന ആ ധൂർത്തപുത്രനെ കരുണയോടെ സ്വീകരിക്കുന്ന ആ ഒരു പിതാവ് തന്നെയാണ് കുമ്പസാരത്തിന്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ വളരെയധികം പാപം ചെയ്തു പോയി ധൂർത്തപുത്രൻ ഏറ്റു പറയുന്നുണ്ട്. അതെ. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ പാപത്തിൽ വീണ് പോകാം, പക്ഷേ നമ്മളൊരു നിരാശയിലേക്ക് പോകാതെ, ഒരു കുറ്റബോധത്തിലേക്ക് പോകാതെ, നമ്മൾ അത് പാപം വീണ്ടും അത് ഏറ്റുപറയുക, പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപ കൂടെ കർത്താവ്
കർത്താവ് കുമ്പസാരം എന്ന കുദാശയിലൂടെ നമുക്ക് നൽകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലരും പറയുന്ന ഒരു വാദഗതിയുണ്ട്, എനിക്ക് പാപമില്ല, പിന്നെ എന്തിനാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പാപം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മുറിയിൽ നിറയെ പൊടിയുണ്ട് അല്ലേ, നിറയെ പൊടി നമുക്ക് ഇപ്പം നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ആ മുറിയിലേക്ക് ഒരു പ്രകാശം വന്നു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ആ പൊടിപടലങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് കൂടുതൽ അവബോധം ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ലൈഫിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് ലഭിക്കുകയുള്ളൂ. പല വിശുദ്ധരൊക്കെ കൂടെ കുമ്പസാരിച്ചിരുന്ന വിശുദ്ധരുണ്ട്. അവർ വലിയ മാരകപാപം ചെയ്തിട്ടല്ല, പക്ഷേ ദൈവവുമായി കൂടുതൽ അടുത്ത് കഴിയുമ്പോൾ നമുക്ക് പാപബോധത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള ചിന്ത നമുക്ക് ലഭിക്കും. വീണ്ടും കൂടെ കുമ്പസാരിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് ലഭിക്കും. വിശുദ്ധ ജോൺ മരിയ വിയാനി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഓരോ കുമ്പസാരത്തിൽ നിന്നും എത്രത്തോളം നമ്മൾ കാലതാമസം വരുത്തുന്നു അത് അത്രത്തോളം സാത്താനെ സന്തോഷിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ നിന്ന് കാലതാമസം വരുത്തുന്നതനുസരിച്ച് ആ ഗ്യാപ്പിനുള്ളിൽ നമ്മുടെ ആത്മാവിനെ തളർത്തുവാൻ പിശാചിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് രണ്ട് വിശുദ്ധരുടെ ഒരു കോട്ട് കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്ത പാപങ്ങൾ എത്ര വലുതാണെങ്കിലും കുമ്പസാരക്കൂട്ടിൽ ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വളരെ വലുതാണ്. ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ വീണ് അപ്രത്യക്ഷമാകുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ ദൈവകരുണയിൽ ഇല്ലാതാകുന്നു എന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്നുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അവ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ തീച്ചൂളയിൽ എറിയപ്പെടുമ്പോൾ ഒരു കഷണം വൈക്കോൽ തീ എന്ന പോലെ എരിഞ്ഞ് തീരുന്നു എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുമ്പസാരിക്കാൻ വൈകുന്നത് സാത്താന് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ആ താമസം നമ്മുടെ ആത്മാവിനെ കൂടുതൽ തളർത്തുമെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നുണ്ട്, പാപങ്ങൾ മറച്ചു വയ്ക്കുമ്പോൾ അത് നമ്മിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു, എന്നാൽ അത് കുമ്പസാരത്തിൽ തുറന്നു പറയുമ്പോൾ ക്രിസ്തു അത് സൗഖ്യമാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കുമ്പസാരം നടത്താൻ നമുക്ക് കർത്താവ് പ്രേരണ നൽകട്ടെ. കുമ്പസാരം എന്ന കുദാശ അതിലേറ്റ് സ്നേഹിക്കുക. കുമ്പസാരം എന്ന കുദാശ തിരുസഭയിൽ സ്ഥാപിച്ചതിനോട് നമുക്ക് കർത്താവിന് തീർച്ചയായിട്ടും നന്ദി പറയാം. കൂടെ നമ്മുടെ പാപത്തിൻ്റെ ആത്മാവിൻ്റെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് അത് വേണ്ട സമയത്ത് ആത്മാവിന് വേണ്ടി അതിൻ്റെ ചികിത്സാ വിധികൾ തേടുവാൻ കുമ്പസാരക്കൂടെന്ന ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശക്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.